ഗൈസ്, നമ്മളുടെ പ്ലസ് ടുവിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ ഒന്നാം ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചെറിയ പാർട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, രണ്ടാം ചോദ്യമായിട്ട് ഇതിന്റെ വേറൊരു പാർട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ തന്നെ പറയാൻ പറ്റും. രണ്ടോ അതിൽ കൂടുതലോ ചോദ്യം ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോറിലേഷൻ അനാലിസിസിലെ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ടൈപ്സ് ഓഫ് കോറിലേഷൻ നമുക്കുള്ളത് 4 ടൈപ്പ് ആണ്. മെയിൻലി പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് ആക്ച്വലി 4 ടൈപ്പ് കോറിലേഷൻ ഉണ്ട്. അവനാരൊക്കെയാണ് ഞാൻ അങ്ങ് പറഞ്ഞു തരട്ടെ. അതായത് ഒന്നാമത്തേതാണ് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ അതായത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? 2 വേരിയബിൾസ് ഉണ്ട്. അതായത് ഹൈറ്റും വെയിറ്റും. നമ്മൾ എപ്പോഴും എടുക്കുന്ന എക്സാമ്പിൾ ആണ് അല്ലെ, ഹൈറ്റും വെയിറ്റും. ഹൈറ്റ് കൂടിയ ഒരാൾക്ക് എന്തായിരിക്കും? വെയിറ്റും കൂടുതലായിരിക്കും അല്ലെ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? വെയിറ്റും കൂടും. അപ്പൊ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നോക്കി, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റും കൂടും. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാ. അതായത് ഇഫ് 2 വേരിയബിൾസ് ആർ മൂവിങ് ടുഗെദർ ഇൻ ദ സെയിം ഡയറക്ഷൻ, നോക്ക്, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുന്നു, സെയിം ഡയറക്ഷൻ, then the correlation is called positive correlation. 2 വേരിയബിൾസ് നോക്ക് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സും yield ഓഫ് ക്രോപ്പും. അതായത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൂടുന്തോറും എന്താ ഉണ്ടാവും? ക്രോപ്പ്, നമ്മളുടെ വിളവ് കൂടും. അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും. ഹൈറ്റ് കൂടിയ ആൾക്ക് എന്തായിരിക്കും? വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ എഴുതി വെക്കേണ്ടത് 3 കാര്യമാണ്. ഒന്നാമത്തേത് ഇത്, ഇഫ് 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ then the correlation is called പോസിറ്റീവ് കോറിലേഷൻ. ഇനി എക്സാമ്പിൾ എഴുതുന്നു, അതുപോലെ ഈ ഒരു ഡയഗ്രാം വരച്ചു കൊടുക്കണം. അതായത് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ നമ്മളുടെ പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? മുകളിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലാണ് ഇതെന്താണ്? കോറിലേഷൻ ഈസ് കോൾഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് കോറിലേഷൻ. അതിന് എക്സാമ്പിൾ ആണ് സ്മോക്കിംഗ് ആൻഡ് ഗുഡ് ഹെൽത്ത്. അതായത് സ്മോക്ക് ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഗുഡ് ഹെൽത്ത് കുറയും അല്ലെ. സ്മോക്ക് ചെയ്യുന്ന കൂടിയ ആൾക്കാർക്ക് ഗുഡ് ഹെൽത്ത് കുറവായിരിക്കും അല്ലെ. ഇത് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ഇത് കുറയും. ഇനി നോക്ക്, ടൈം ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ടൈം ഫോർ സ്റ്റഡിങ്. നിങ്ങളെ കാര്യമാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ വെറുതെ അലഞ്ഞു തിരിയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കുറയും? സ്റ്റഡി ചെയ്യാനുള്ള ടൈം കുറയും അല്ലെ, ടൈം കുറയും. യെസ്. ഇനി അടുത്ത നോക്കിയടാ. അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇഫ് 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ then the correlation is called നെഗറ്റീവ് കോറിലേഷൻ. അതിന്റെ എക്സാമ്പിൾ എഴുതുന്നു, ഈ ഒരു ഗ്രാഫും വരച്ചു വെക്കുന്നു. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോയിന്റ്സ് വരിക. ഇനി ലാസ്റ്റ് വൺ ആണ് നോ കോറിലേഷൻ. ലാസ്റ്റ് വൺ അല്ല, ആക്ച്വലി അത് തേർഡ് വൺ എന്ന് പറയാം. 4 എണ്ണം കേട്ടോ. അപ്പൊ തേർഡ് വൺ എന്ന് പറയുമ്പോൾ നോ കോറിലേഷൻ. അതായത് ഇഫ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആണെങ്കിൽ then the correlation is called no correlation അല്ലെങ്കിൽ zero correlation എന്നും പറയൂ കേട്ടോ. അതായത് amount of rainfall and score in exam. റെയിൻഫോളും സ്കോർ ഇൻ എക്സാമും ഒരു ബന്ധവും ഇല്ല അല്ലെ. ഒരു ബന്ധവും ഇല്ലാത്ത 2 വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? നോ കോറിലേഷൻ എന്ന് പറയാ. അതുപോലെ ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഹൈറ്റ് കൂടിയ ആൾ ഇന്റലിജന്റ് ആണെന്ന്? അല്ലെങ്കിൽ ഞാനൊരു കണ്ണട വെച്ചാൽ ഞാൻ ഭയങ്കര നോളജബിൾ ആണ്, ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അല്ലെങ്കിൽ ഞാൻ വെറുതെ കളർ കൂടിയ ആളുടെ മനസ്സും കളർ ഉള്ളതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവന്മാർ രണ്ടാളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ടാൾക്കാരെ തമ്മിൽ പറയുകയാണെങ്കിൽ അവന്മാർ തമ്മിൽ എന്തായിരിക്കും? നോ കോറിലേഷൻ ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെറുതെ കുറെ പോയിന്റ് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നോ കോറിലേഷൻ. ഓക്കെ, ഇനി അവസാനമായിട്ട് ഒരാളുള്ളത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് കോറിലേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പെർഫെക്റ്റ് കോറിലേഷൻ നിങ്ങൾ കുറെ ഒന്നും എഴുതി വെക്കണ്ട. ദ വേരിയബിൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒരൊറ്റ ലൈനിലായിരിക്കും, മുകളിലോട്ടുള്ള ഒരൊറ്റ ലൈനിലായിരിക്കും പോയിന്റ് ഒക്കെ. ഇതെന്തായിരിക്കും? താഴോട്ടുള്ള ഒരൊറ്റ ലൈനിലായിരിക്കും പോയിന്റ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ഇതിന്റെ എക്സാമ്പിൾ ആണ് റേഡിയസ് ആൻഡ് ഏരിയ. റേഡിയസ് കൂടുന്നതിനനുസരിച്ച് കറക്റ്റ് ഏരിയ കൂടും അല്ലെ. അതുപോലെ ഇതിന്റെ എന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവിന്റെ പ്രഷർ ആൻഡ് വോളിയം.
ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ 4 കോറിലേഷൻ ആണെന്ന് പറഞ്ഞ് പഠിച്ചു. പോസിറ്റീവ് കോറിലേഷൻ ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റേത് കൂടുന്നു. അതിന് എക്സാമ്പിൾ ആണ് വെയിറ്റും ഹൈറ്റും ഒക്കെ നമ്മളുടെ അതിന്റെ ഗ്രാഫ്. നെഗറ്റീവ് കോറിലേഷൻ ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റേത് കുറയുന്നു. അപ്പൊ എന്താണ്? അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് എമൗണ്ട് ഓഫ് റെയിൻഫാളും സ്കോർ ഇൻ എക്സാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്താണ് സ്കോർസ് ഇൻ എക്സാം കുറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നോ കോറിലേഷൻ, ഒരു ബന്ധവുമില്ലാത്ത ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ്, ഇഫ് 2 വേരിയബിൾസ് ആർ നോ അസോസിയേഷൻ ആണെങ്കിൽ എന്താണ്? അവ നോ കോറിലേഷൻ, സീറോ കോറിലേഷൻ എന്ന് പറയും. അതുപോലെ പെർഫെക്റ്റ് പോസിറ്റീവും പെർഫെക്റ്റ് നെഗറ്റീവും. പെർഫെക്റ്റ് കോറിലേഷൻ എന്തൊക്കെയുണ്ട്? പെർഫെക്റ്റ് പോസിറ്റീവും ഉണ്ട്, പെർഫെക്റ്റ് നെഗറ്റീവും ഉണ്ട്. ഇഫ് 2 വേരിയബിൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഒരൊറ്റ കാര്യം കൂടി മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാ നോക്കിയേ, നമുക്ക് കോറിലേഷൻ മെഷർ, നമുക്ക് കോറിലേഷൻ, ഇപ്പൊ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ്, കോറിലേഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സംഖ്യ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന്. അതായത് എപ്പോഴും കോറിലേഷൻ -1 to 1 ഇതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് കോറിലേഷൻ മെഷർ ചെയ്യുമ്പം ആ കോറിലേഷന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് +1 ആണ്, R = +1 ആണ്. കോറിലേഷൻ +1 കിട്ടുകയാണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. 0 ആണെങ്കിൽ അത് സീറോ കോറിലേഷൻ അല്ലെങ്കിൽ നോ കോറിലേഷൻ ആണ്. 0ന്റെയും 1ന്റെയും ഇടയിലാണ് 0.5 0.3 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് കോറിലേഷൻ. -1ന്റെയും 0ന്റെയും ഇടയിൽ -0.5 -0.3 ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനും ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ടടാ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ മറന്നു പോകണ്ട, 4 ടൈപ്പ് കോറിലേഷനും പഠിച്ചു. ആൻഡ് കോറിലേഷന്റെ മെഷർമെന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സംഖ്യ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന്. -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും ആ മെഷർമെന്റ് ഉണ്ടാവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഒരു 3 ക്വസ്റ്റ്യൻ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലെ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നമുക്ക് ഓൺ എക്സാം കളറാക്കണ്ടേ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമ്മളുടെ ഓൺ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോട്ടോ. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോ. അങ്ങനെയെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.